1047 പേരെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ സർവേ നടത്തി. ആർക്കും തന്നെ നിലവിൽ നിപ രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആവശ്യ വസ്തുക്കൾ ഭക്ഷണം ഉൾപ്പെടെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഷിഗല്ലയുടെ കേസാണ്. കേരളത്തിൽ ഇതുവരെ 135 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ജാനുവരി 1 തൊട്ടുള്ള കണക്കാണ് പറയും. 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് മാർച്ചിലാണ് ആദ്യത്തെ, അത് കോഴിക്കോട് ജില്ല. രണ്ടാമത്തതും കോഴിക്കോട് തന്നെ. ആദ്യം മരിച്ചത് 3 വയസ്സുള്ള കുട്ടിയാണ്. രണ്ടാമത് മരിച്ചത് 4 വയസ്സുള്ള കുട്ടിയാണ്. മൂന്നാമത് 59 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്. കോഴിക്കോട് കൊണ്ടുവന്നതിന് ശേഷം, മരിച്ചതിന് ശേഷമാണ് ഈ ഷിഗല്ല രോഗം സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ 3 മരണങ്ങളാണ് ഇതുവരെ കഴിഞ്ഞ അതായത് ജാനുവരി മുതൽ ജൂൺ വരെ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ആഹാരപാനീയങ്ങൾ, ശുചിത്വം, വ്യക്തിശുചിത്വം, ഇതൊക്കെ പരിസരം ക്ലീനാക്കി സൂക്ഷിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ശുചിമുറി ഉപയോഗിച്ച ശേഷം സോപ്പ് ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയന്ത്രണം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില കടകൾ, ശീതളപാനീയങ്ങൾ നൽകുന്ന ചില കടകളിൽ ശുദ്ധമല്ലാത്ത വെള്ളം കൊടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെയാണ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ആ ഷോപ്പ് പൂട്ടിയത്. ഇങ്ങനെ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLAമാരുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഷിഗല്ലയുടെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 135 സ്ഥിരീകരിച്ച കേസുകളിൽ 68 എണ്ണം കോഴിക്കോടാണ്. വയനാട്ടിൽ 16, തിരുവനന്തപുരത്ത് 14, മലപ്പുറം 13, കൊല്ലം 6, ആലപ്പുഴ 6, തൃശ്ശൂർ 4, ഇടുക്കി 3, എറണാകുളം 2, കണ്ണൂർ 2, കോട്ടയം 1. ഇതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ. കോഴിക്കോട് 68. മരണം 3 മരണം ഉണ്ടായിട്ടുള്ളത് 2 കോഴിക്കോടാണ്.